കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ ഗ്രൂപ്പുകളുണ്ട്. അത് പരസ്യമായ രഹസ്യം പോലെയാണ്. ഗ്രൂപ്പില്ലാതെ ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പുകൾ മുൻപുണ്ടായിരുന്ന ഗ്രൂപ്പായാലും ഗ്രൂപ്പായാലും നിർജ്ജീവമാണ്. പക്ഷെ പുതിയ നേതാക്കളിൽ ചുറ്റിപ്പറ്റി പുതിയ ഗ്രൂപ്പുകൾ രൂപപ്പെടുകയാണ്. അത് കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം, പിന്നീട് ഇപ്പോൾ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം. പക്ഷെ അതിനിടയിലാണ് ഗ്രൂപ്പ് വീണ്ടും ശക്തിയോടെ തന്നെ തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ. ഈ കോൺഗ്രസ്, ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഉപ്പില്ലാത്ത കഞ്ഞി എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ്. നമുക്കറിയാം 80കളിലാണ്, അതിനു മുമ്പും ഗ്രൂപ്പിസം ഉണ്ട്, പക്ഷെ 80കളിലാണ് ഈ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ്, ഇന്ദിരാ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആ ഗ്രൂപ്പും ഹൈക്കമാൻഡിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പും, എന്നാൽ ഗ്രൂപ്പ് കെ ആൻ്റണിയെ പിന്തുണച്ചുകൊണ്ടുള്ള ഗ്രൂപ്പും. അന്ന് ഈ ഗ്രൂപ്പിൽ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, ഇങ്ങനെയുള്ള വളരെ പ്രഗത്ഭരായ നേതാക്കൾ അന്ന് ഗ്രൂപ്പിൽ KSUവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസ്സിലെത്തി അങ്ങനെ വളർന്നവരുണ്ട്. അതേസമയം കെ കരുണാകരനോടൊപ്പവും അതുപോലെ ചെറുപ്പക്കാരുടെ ഒരു നിരയുണ്ടായിരുന്നു. അന്ന് രമേശ് ചെന്നിത്തല ഒക്കെ ഗ്രൂപ്പിലൂടെ, കെ കരുണാകരൻ്റെ ഗ്രൂപ്പിലൂടെ വളർന്നു വന്നവരാണ്. രമേശ് ചെന്നിത്തല, ജി കാർത്തികേയൻ, MI ഷാനവാസ് ഒക്കെ. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് KSUവിൻ്റെ നേതാവായിരുന്ന ആളാണ് ഇന്നിപ്പോൾ ഈ K.C. വേണുഗോപാൽ. ഇന്നത്തെ ഹൈക്കമാൻഡിൽ വലിയ സ്വാധീനമുള്ള അതെ, ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. പക്ഷെ അന്ന് അദ്ദേഹം ഗ്രൂപ്പിലായിരുന്നു. കെ കരുണാകരൻ്റെ വത്സല ശിഷ്യനാണ് അന്ന് KC. എനിക്ക് അന്നത്തെ സമരങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പിന്നീട് KC യൂത്ത് കോൺഗ്രസ്സിൽ വരികയും അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആവുകയും അങ്ങനെ അദ്ദേഹം പടിപടിയായിട്ട് വളർന്ന്, എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ MLA ആയ ഒരാളാണ് K.C. വേണുഗോപാൽ. ഇങ്ങനെ കോൺഗ്രസ് കൊണ്ടും കൊടുത്തും ഈ ഗ്രൂപ്പുകൾ മുന്നേറിയ ചരിത്രമാണ്. അത് തെക്കൻ കേരളം, പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ കെ കരുണാകരൻ്റെ കൈവശമായിരുന്നു. അതുപോലെ തൃശ്ശൂർ കെ കരുണാകരന് വലിയ സ്വാധീനമുള്ളൊരു ജില്ലയായിരുന്നു. അതേസമയം മലബാറിലേക്ക് ചെല്ലുമ്പോൾ കാസർഗോഡാണ് കരുണാകരന് ഒരല്പമെങ്കിലും സ്വാധീനമുണ്ടായിരുന്നത്. കാസർഗോട്ടെയും കണ്ണൂരിലെയും ചില മണ്ഡലങ്ങൾ. പിന്നീട് അത് നമ്മൾ അറിയുന്നതാണ്, മുസ്ലിം ലീഗിനാണ് മലബാറിൽ സ്വാധീനം കൂടുതൽ. അതുപോലെ പാലക്കാട് മണ്ഡലത്തിലും കെ കരുണാകരന് സ്വാധീനമുണ്ടായിരുന്നു. അതേസമയം കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഈ ഗ്രൂപ്പ് മുന്നേറിയിരുന്നത്. ഗ്രൂപ്പിന് അതുപോലെ തന്നെ മലപ്പുറത്തും, ഇപ്പം നിലമ്പൂരൊക്കെ ഗ്രൂപ്പിലെ നമ്മുടെ ആര്യാടൻ മുഹമ്മദിൻ്റെ കൈവശമായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്തും ഗ്രൂപ്പിൽപ്പെട്ട ചിലർക്ക്, MM ഹസനെ പോലെയുള്ള ചിലർക്ക് സ്വാധീനമുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരമായിട്ട് തിരുവനന്തപുരം വെസ്റ്റിൽ നിന്നാണ് ജയിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഇതിൻ്റെ ഇടയിൽ ഗ്രൂപ്പ് പിളർന്ന് അതിൽ നിന്നൊരു തിരുത്തൽവാദി ഗ്രൂപ്പ് എന്ന് പറയുന്ന പുതിയ രമേശ് ചെന്നിത്തലയും ജി കാർത്തികേയനും MI ഷാനവാസും കൂടി ലീഡറോട് തെറ്റി ഒരു തിരുത്തൽവാദ പക്ഷവുമായിട്ട് പ്രത്യേകം നിലകൊണ്ടു. അവരെ ഗ്രൂപ്പ് പരോക്ഷമായി സഹായിച്ചു. ഇതൊക്കെ കേരള രാഷ്ട്രീയം കണ്ടതാണ്. അങ്ങനെ കൊണ്ടും കൊടുത്തും ഗ്രൂപ്പിസത്തിലൂടെ വളർന്ന് കോൺഗ്രസ് മുന്നോട്ട് പോയി. അപ്പോഴും 5 വർഷം LDF, 5 വർഷം UDF, വീണ്ടും 5 വർഷം LDF, വീണ്ടും അടുത്ത 5 വർഷം UDF എന്നുള്ള രീതിയിലാണ് കേരള ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും കെ കരുണാകരൻ്റെ അന്ത്യത്തോടെ, അദ്ദേഹം മരിച്ചതോടുകൂടി ഈ ഗ്രൂപ്പ് വാസ്തവത്തിൽ അങ്ങ് ചുരുങ്ങി. കെ കരുണാകരൻ മരിക്കുന്നതിന് മുമ്പ് 2004 തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തുപോയി. അന്ന് ആ കാലത്ത് രമേശ് ചെന്നിത്തല ഈ ഗ്രൂപ്പിൻ്റെ സാരഥ്യം ഏറ്റെടുത്തു. അപ്പോൾ അന്ന് ഗ്രൂപ്പ് തകർന്നു പോകും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചതാണ്. പക്ഷെ അന്ന് ഗ്രൂപ്പിൻ്റെ കെ കരുണാകരനും മകൻ കെ മുരളീധരനും പാർട്ടി വിട്ടു പോയതോടുകൂടി അവർ DIC രൂപീകരിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് 2005 തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ആ കാലത്ത് ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കാൻ രമേശ് ചെന്നിത്തല വരികയും അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റ് ആവുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് കെ കരുണാകരൻ മരിച്ചു. അതിനുശേഷം ഗ്രൂപ്പ് മുന്നോട്ട് പോയി. പക്ഷേ 2016 പിണറായി വിജയൻ അധികാരം പിടിച്ചതിന് ശേഷം
കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസം പതുക്കെ പതുക്കെ അങ്ങ് കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കണ്ടത്. ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടിക്കും ആരോഗ്യം ക്ഷയിച്ചു. AK ആൻ്റണി 2004 കേരളം ഉപേക്ഷിച്ച് ഡൽഹിയിലേക്ക് ചേക്കേറി. അദ്ദേഹം ഡൽഹിയിലാണ്, പിന്നെ ഡൽഹിയായിരുന്നു അദ്ദേഹത്തിൻ്റെ തട്ടകം. അങ്ങനെ അദ്ദേഹം അവിടെ കാലുറപ്പിച്ചു. 2014 വരെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. 2020 ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയം മതിയാക്കി തിരിച്ചു വരുന്നത്. 2021 ശേഷമാണ്. അപ്പോൾ ഈ A ഗ്രൂപ്പും I ഗ്രൂപ്പും എന്നുള്ള ആ ഒരു സങ്കല്പം, കോൺഗ്രസ്സിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകൾ അവിടെ ശക്തി ക്ഷയിച്ച് വളരെ ദുർബലമായി ഈ ഗ്രൂപ്പിസം, ശക്തിയുള്ളിടത്ത് മാത്രമല്ലേ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ആ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ, ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തീർത്തും ഇല്ലാതായ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഈ 2021 പരാജയപ്പെട്ട് UDF വീണ്ടും പ്രതിപക്ഷത്ത് തുടർന്നപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു, ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന്. VD സതീശൻ പഴയ I ഗ്രൂപ്പുകാരനാണ്. K കരുണാകരൻ, സാക്ഷാൽ കണ്ണോത്ത് കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ് KC വേണുഗോപാലിനെ പോലെ സതീശൻ. KCയേക്കാൾ കുറച്ചുകൂടെ ജൂനിയറാണ് സതീശൻ. ആ സതീശൻ ഈ I ഗ്രൂപ്പിനെ സമ്പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അവിടെ അത്ര എന്താ പറയേണ്ട, സതീശൻ്റെ വരവിനെ തടഞ്ഞു നിർത്താനോ സതീശൻ്റെ മേൽക്കോയ്മയെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാനോ സാധിച്ചില്ല. അദ്ദേഹം രമേശ് ചെന്നിത്തലയേക്കാൾ കരുത്തനായിട്ട് വളരുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം വേണ്ടത്ര ശോഭിച്ചോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഇല്ലെന്നും ഉണ്ടെന്നുമുള്ള മറുപടികൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ട്. പക്ഷേ സതീശൻ്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചേലക്കര മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ചേലക്കരയിൽ വലിയ വിജയം നേടിയ CPMനെ ആ വിജയത്തിൻ്റെ ആ ഗാംഭീര്യം, ആ മനോഹാരിത, അതൊക്കെ കുറച്ച് വെറും 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക്, 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ചുരുക്കാൻ സാധിച്ചു. സിറ്റിംഗ് സീറ്റ് CPM നിലനിർത്തിയെങ്കിലും അങ്ങനെ അതിനെ പൂട്ടാൻ UDFനും കോൺഗ്രസിനും സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ സതീശൻ അജയ്യനായിട്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും അതീതനായിട്ട് ഒരു നേതാവായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ പഴയ A ഗ്രൂപ്പിലെ ആൾക്കാർക്ക് അതിൽ വലിയ അസംതൃപ്തിയുണ്ട്. ആ A ഗ്രൂപ്പിലാണ് ഇന്ന് ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതൽ. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, PC വിഷ്ണുനാഥ് തുടങ്ങി നിരവധി. ഷാഫി പറമ്പിൽ, അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടും ഇപ്പോൾ VD സതീശൻ പിന്നാലെയാണ്. അവർ VD സതീശനൊപ്പമാണ്. VD സതീശനും അവരും തമ്മിൽ നല്ല ബന്ധമാണെങ്കിലും ഇവർ പഴയ A ഗ്രൂപ്പുകാരാണ്. ഈ A ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്നവരാണ്. അപ്പോൾ ഇവരെ സ്വാഭാവികമായിട്ടും ഈ A ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ച് സതീശനെതിരായിട്ട് ഒരു ശക്തമായ ഗ്രൂപ്പായി നിലനിർത്തണം എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾ അടക്കം ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ്സിന് ഗ്രൂപ്പ് ശാപമല്ല, അനുഗ്രഹമാണെന്നാണ്. ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ കോൺഗ്രസ് വളരുകയുള്ളൂ, ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ കോൺഗ്രസ് അധികാരത്തിലെത്തുള്ളൂ. കാരണം ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഈ ഗ്രൂപ്പിസമൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായിട്ട് സ്ഥാനാർത്ഥി നിർണയം വരെ അവർ തമ്മിലടിക്കും. പക്ഷെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ നേതാക്കൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് 2001 നമ്മൾ കണ്ടതാണ്. 2001 രണ്ട് പ്രബല ഗ്രൂപ്പുകളാണ് AI ഗ്രൂപ്പുകൾ. ആൻ്റണിയുടെയും K കരുണാകരൻ്റെയും നേതൃത്വത്തിലുള്ള രണ്ട് ഗ്രൂപ്പുകളും സ്ഥാനാർത്ഥി നിർണയം അവസാന നിമിഷം വരെ ഹൈക്കമാൻഡിനെ വരെ മുൾമുനയിൽ നിർത്തിയാണ്. അന്ന് ഈ VD സതീശനും ആറന്മുളയിൽ മാലയത്ത് സരളാദേവിക്കുമൊക്കെ സീറ്റ് നിഷേധിച്ചതാണ്. പക്ഷേ K കരുണാകരൻ ഡൽഹിയിൽ പോയി അടിയുണ്ടാക്കി അവർക്ക് വേണ്ടി സീറ്റ് വാങ്ങിച്ചു. അന്ന് പക്ഷേ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു ഇലക്ഷനിലേക്ക് കടന്നതും കോൺഗ്രസ് ഒറ്റക്കെട്ടായി. അവർ വലിയ വിജയം നേടി. UDF 100 സീറ്റുമായിട്ടാണ് അധികാരത്തിൽ വന്നത്. പിന്നീട് അതൊക്കെ തകിടം മറിഞ്ഞു. ഇപ്പോൾ അതേസമയം 2006 2011 അങ്ങനെ ഒരു ഗ്രൂപ്പ് കളി കോൺഗ്രസ്സിൽ കാണാനില്ലായിരുന്നു. 2016 ആയപ്പോൾ അത് നാമാവിശേഷമായി. പിന്നീട് കോൺഗ്രസ്സിന് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ, പരിണിതപ്രജ്ഞരായ നേതാക്കൾ പറയുന്നത് കോൺഗ്രസ്സിന് ഗ്രൂപ്പ് അനുഗ്രഹമാണ്, അനിവാര്യമാണ്. ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ കോൺഗ്രസ് ഉള്ളൂ. ഈ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ പരസ്പരം മത്സരിച്ച്
ഈ തങ്ങളുടെ മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടി മത്സരിച്ച് മുന്നോട്ട് വരുന്ന ആ ഗ്രൂപ്പിസമാണ് കോൺഗ്രസിൻ്റെ ഊർജം. കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കുന്നത് ഈ ഗ്രൂപ്പിസമാണ് എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ ഒരു വടംവലി കൂടുതൽ ശക്തിപ്പെടുത്താൻ നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലൊരു പക്ഷേ അത് കോൺഗ്രസ്സിന് വലിയ ഊർജമായി മാറും. പുറത്തുള്ള ശത്രുവിനെ നേരിടുന്നതിനോടൊപ്പം തന്നെ അകത്തെ ഈ വടംവലി, അധികാരത്തിന് വേണ്ടുന്ന വടംവലി, അതും കോൺഗ്രസ്സിന് ഉണ്ടാകണം, ഉണ്ടെങ്കിലേ കോൺഗ്രസ് ശക്തിപ്പെടുകയുള്ളൂ എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്.